ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ടൈം എൻ്റെ ഒരു കാര്യം പറയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ പുറത്ത് കുറച്ച് ആവശ്യങ്ങൾക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പോയത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എവിടേക്കാണ്, നമ്മുടെ ട്രിവാൻഡ്രം ട്രാവൻകൂർ മാളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് മാൾ ഓഫ് ട്രാവൻകൂറിലെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് നമ്മൾ അകത്ത് കയറി. എനിക്ക് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ സുഡിയോ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാനതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. സുഡിയോയിൽ 15 ദിവസം വരെ എന്തോ എക്സ്ചേഞ്ച് ചെയ്യാമെന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ സുഡിയോയിൽ ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞില്ല, പക്ഷേ ഡ്രസ്സ് എക്സ്ചേഞ്ചിങ് ഒന്നും നടന്നില്ല. കാരണം കളക്ഷൻ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് ഒരു പ്രിസ്ക്രിപ്ഷൻ മേടിച്ചിട്ട് പാളയത്തുള്ള സുഡിയോയിലേക്ക് പോയി. പക്ഷേ അവിടെ പോയ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ സുഡിയോനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻ, നല്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് മോഡേൺ ഡ്രസ്സസ് ആയിരുന്നു. പക്ഷെ അത്രയും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇല്ലായിരുന്നു, അതാണ് സത്യം. അപ്പോൾ നമ്മൾ അത് മാറ്റിയെടുക്കാൻ വന്നതാണ്. പിന്നെ ഒരുപാട് നല്ല പാൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് ബ്രൈറ്റ് ഉൾപ്പെടെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത്രയും ടൈമില്ല എനിക്ക്. ഞാൻ ജസ്റ്റ് കയറി എല്ലാം നിങ്ങൾ ഓടിച്ചൊന്ന് എടുത്തു, അത്ര മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇറങ്ങി, അതാണ് ശരിക്കും പറഞ്ഞ സത്യം. ഇതൊരു 6 മിനിറ്റ് വീഡിയോ ആണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ട് നമ്മുടെ കുട്ടികൾസിന് ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കിഡ്സിൻ്റെ സെക്ഷനിൽ അവിടെ പെട്ടെന്ന് നടന്നു. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ എൻ്റെ ഡ്രസ്സിനേക്കാളും ഒട്ടും കളക്ഷൻ ഇല്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് ആ ഡ്രസ്സൊന്നും ശരിക്കും ഇഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഒട്ടും താല്പര്യമില്ല ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. അവർക്ക് ബാഗി പാൻറ്റ് വേണം, അങ്ങനെ അവരുടേതായ കുറേ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് മാറി, അവിടെ നിന്ന് ആ സെക്ഷനിൽ തന്നെ മാറി. 2-3 ചപ്പൽസൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ജസ്റ്റ് നോക്കി, അതേ സാധനം തന്നെയാണ് വീണ്ടും ഉള്ളത്. അധിക ടൈം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തില്ല, അതാണ് സത്യം. വേറൊരു ആവശ്യമുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ട്രൈപോഡ് മേടിക്കണം, നല്ലൊരു ട്രൈപോഡ് മേടിക്കണമെന്ന് കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നല്ലൊരു ട്രൈപോഡ് മേടിക്കാനായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് സുഡിയോന്ന് ഇറങ്ങി നമ്മൾ എസ്കുലേറ്ററിൽ നമ്മൾ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇക്രൂന് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ കയറിയത് ജസ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു കയറിയത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു, അത്രേ നടന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എക്സ്ചേഞ്ച് നടന്നില്ല, ട്രൈപോഡും മേടിക്കാൻ പറ്റിയില്ല, ഒന്നും നടന്നില്ല. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന ടൈം എനിക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് ടൈം ഒരു 1 മിനിറ്റോളം അപ്പോൾ എടുത്ത വോയിസ് തന്നെയാണ് ഞാൻ അതിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബാക്കി വോയിസും കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് കൊടുത്തതാണ്. കാരണം നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈം എടുത്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ വോയിസ് ഒന്നും ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോയിൽ വോയിസ് കൊടുത്തതാണ്. നമ്മൾ ഹോസ്പിറ്റലിനും ഇതിനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം ഒരു 10-10:30 ആ ടൈം ഇറങ്ങിയതാണ്. ഇപ്പം 3 മണി 4 മണി അവർ ടൈം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ബുർജൽ മന്തിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബുർജൽ മന്തിയിൽ ചെന്നിട്ട് എനിക്കൊരു മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടി. അതായത് അവർ ബുർജൽ മന്തിയിൽ ഫുഡിൻ്റെ സെക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്. ഫസ്റ്റ് കയറി വരുന്ന കുറച്ച് സ്പേസ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സ്പേസ്, അത് കഴിഞ്ഞിട്ട് മുകളിൽ, അങ്ങനെയാണ് അവർ
ഫുഡ് കഴിക്കുന്ന ടേബിളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് അത് മുഴുവനും ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ മുകളിലും ഫുള്ളും ആൾക്കാരാണ്. അതിന് ശേഷമുള്ള സ്പേസിൽ ആൾക്കാരൊന്നുമില്ല. ഒരു 4 മണി ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമ്മളവിടെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് ഫുൾ റിസർവേഷനാണ് ടേബിളൊക്കെ കാര്യങ്ങളൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റിസർവേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു 7 പേരുണ്ടായിരുന്നു. 7 പേര് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ AC ഓൺ ചെയ്യണം. അപ്പോൾ അവർക്കത് ചിലപ്പോൾ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ടേബിൾ അവരുടെ റിസർവേഷൻ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ മുകളിലെ ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞിട്ട് അവർ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയത്. എനിക്കതൊരു വലിയ മോശമായിട്ടാണ് തോന്നിയത്. പിന്നെ 4 മണി 4:30 ആ ഒരു ടൈമൊക്കെ ഫുഡ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത്രയും വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചത്. അത്രയും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഞാനും ഫർഹാനും സെപ്പറേറ്റ് സ്ഥലത്തും അവരൊക്കെ വേറെ സെപ്പറേറ്റ് സ്ഥലത്തും ആയിപ്പോയി. നമ്മളൊരു ബീഫ് മന്തിയും പിന്നെ ഇറ്റാലിയൻ ഡിലൈറ്റും ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ, ബൈ.